ഹലോ, ഇതൊരു ഷോർട്ട് ഗൺ മൈക്കാണ്. ബ്രാൻഡ് വരുന്നത് ബോയ മോഡൽ, നെയിം വരുന്നത് BY-MM1. അത്യാവശ്യം ഫേമസ് ആയ ഒരു ചൈനീസ് ബ്രാൻഡാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് മോഡൽ ഈ കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഷോർട്ട് ഗൺ മൈക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പാക്കിംഗ് ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ വളരെ മികച്ച ഡെലിവറിയുടെ ഭാഗമായി കിട്ടിയതാണ്. ഇതോടുകൂടി ഓഫർ പ്രൈസ് കണ്ടാൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത് നിർത്തിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ആക്ച്വലി ഈ മൈക്ക് വർക്കിംഗ് അല്ല. സോ ഞാൻ റീപ്ലേസ് ചെയ്ത് വീണ്ടും ഒരു 1 വീക്ക് വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന വർക്കിംഗ് കണ്ടീഷനുള്ള മൈക്ക് കിട്ടിയത്. ബിൽഡ് ക്വാളിറ്റി സൂപ്പറാണ്, പക്ഷേ വർക്കിംഗ് ചെയ്യാത്തൊരു ഇഷ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത് കിട്ടിയപ്പം കുഴപ്പമില്ല, വർക്കിംഗ് ആണ്. പിന്നെ അതുകൊണ്ട് റീപ്ലേസ് ചെയ്തില്ല. രണ്ടാമത് വന്ന പാക്കിങ്ങും ഏകദേശം ഈ ഒരു സെയിം അവസ്ഥയിൽ തന്നെയാണുള്ളത്. റീഫണ്ട് ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്യല്ലാതെ വേറെ ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് രണ്ടാമത് വന്നിട്ടും പാക്കേജ് മോശമായിട്ടും അക്സെപ്റ്റ് ചെയ്തത്. പക്ഷേ കുഴപ്പമില്ല, ബിൽഡ് ക്വാളിറ്റി ഒക്കെ സൂപ്പറാണ്. ഈ പാക്കിംഗ് ക്വാളിറ്റി മാത്രമേ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ 2 കേബിൾ വന്നിട്ടുണ്ട്. ഒന്ന് സ്മാർട്ട് ഫോണായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സ്മാർട്ട് ഫോണായിട്ട് കണക്ട് ചെയ്യുന്ന കേബിളിൻ്റെ ഒരു സൈഡിൽ ഒരു 3 റിങ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് വന്നിട്ടുള്ളത് PC അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ ആയിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. ഈ ഒരു കേബിളിന് ലെങ്ത്ത് കുറവാണ്, ഏകദേശം ഒരു 50 സെൻറ്റിമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ. ക്യാമറ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് കുഴപ്പമില്ല, നമ്മുടെ ക്യാമറയ്ക്ക് അത്ര ലെങ്ത്ത് മതിയല്ലോ. പക്ഷേ PC ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം കുറച്ചുകൂടെ ലെങ്ത്ത് ഉണ്ടായിരുന്നെങ്കിൽ തോന്നിയിട്ടുണ്ട്. അപ്പം അതിന് വേറെ ഓക്സ് കേബിൾ വാങ്ങിച്ചാൽ മതി. ഞാനൊരു 3 ഓക്സ് കേബിൾ ഇപ്പോൾ ട്രൈ ചെയ്തു. എല്ലാ ഓക്സ് കേബിളും വർക്കിംഗ് ആണ്. പക്ഷേ ഈ ഒറിജിനൽ കേബിൾ അല്ലാതെ വേറെ ഏത് കേബിൾ യൂസ് ചെയ്യുന്ന സമയത്തും അതിൽ നിന്നൊരു ബീപ്പ് സൗണ്ട്, ഒരു നോയ്സ് കയറി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ കുറച്ചും കൂടെ നല്ല, അല്ലെങ്കിൽ കുറച്ചും കൂടെ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് ഒരു ഓക്സ് കേബിൾ പർച്ചേസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഷോക്ക് മൗണ്ട്. അത്യാവശ്യം അതിൽ ഒരു ഷോക്ക് പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെക്കാനിസം ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മൈക്ക് വരുന്നത് ഒരു ഡെഡ് ക്യാറ്റിൻ്റെ ഉള്ളിലായിട്ടാണ് പാക്കിങ്ങിൽ തന്നെ വരുന്നത്. ഡെഡ് ക്യാറ്റ് അത്യാവശ്യം മോശമില്ല. അതിൻ്റെ ആ ഒരു ഹെയർസ് കുറച്ച് ഡ്രോപ്പ് ആവുന്നുണ്ട്, എന്നാലും വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ മൈക്ക് വരുന്നത്. മൈക്ക് ബിൽഡ് ക്വാളിറ്റി ഒന്നും പറയാനില്ല, 100 ഔട്ട് ഓഫ് 100. കാരണം അത്രയും നല്ല ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളാണ്. വേറെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള കുഴപ്പങ്ങളോ സ്ക്രാച്ചസോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലുള്ളൊരു വർക്കിംഗ് കിട്ടിയിട്ടില്ലെങ്കിലും, അതായത് മൈക്കിൽ നിന്ന് അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിലും, എനിക്ക് തോന്നുന്നു ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന അത്യാവശ്യം നല്ലൊരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ബ്രാൻഡ് തന്നെയാണ് ബോയ എന്ന് പറയുന്നത്. അത്യാവശ്യം ഞാൻ റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഇത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ റിവ്യൂവിൽ ഉള്ള ആ ഒരു സൗണ്ട് ക്വാളിറ്റി എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ഇൻഎക്സ്പീരിയൻസ് കൊണ്ടാണ്. കാരണം എനിക്ക് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ, എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ കേൾക്കുന്ന സൗണ്ട് തന്നെ ഞാൻ ഈ ഒരു മൈക്കിൽ റെക്കോർഡ് ചെയ്തതാണ്. മൈക്കിൽ ഡയറക്റ്റ് റെക്കോർഡ് ചെയ്തതല്ല. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്തത്. അത് ഞാനിവിടെ കാണിച്ചു തരാം. ഞാനിപ്പോൾ OBS സ്റ്റുഡിയോയിലാണിത് റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ OBS സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സ്ക്രീൻ റെക്കോർഡിംഗ് ടൂളാണ്. അപ്പോൾ ഈ OBS സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ കുറച്ച് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന റോ സൗണ്ട് കുറച്ച് ഫിൽറ്റർ ചെയ്തിട്ട് ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് റെക്കോർഡ് ആവുന്നത്. അപ്പോൾ ആ ഫിൽറ്റേഴ്സ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ 6ഓളം ഫിൽറ്റേഴ്സ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഗെയിന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഒരു 10 dBയിലാണ്. ഈ ഒരു ഗെയിന് കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വോയിസ് കുറയുന്നത് കാണാം. അതുപോലെ തന്നെ ഗെയിന് കൂട്ടുകയാണെങ്കിൽ വോയിസ് കൂടുന്നുണ്ട്. അപ്പോൾ ഗെയിന് ഒരു 10ൻ്റെ മേലെ കൂട്ടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നോയ്സ് കയറി വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 10ൽ കീപ്പ് ചെയ്യാറാണ് പതിവ് എപ്പോഴും. പിന്നെ നോയ്സ് സപ്രഷൻ എന്ന് പറഞ്ഞ അടുത്തൊരു ഫിൽറ്റർ ഉണ്ട്. അതിൻ്റെ അകത്ത് 2 ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം എനിക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഫാൻ ഇട്ടിട്ടില്ല, പക്ഷേ ഫാൻ ഇടുന്ന സമയത്തും ഈ ഒരു RN നോയ്സ് എന്ന് പറഞ്ഞ കാര്യം ആ ഫാനിൻ്റെ നോയ്സ് കംപ്ലീറ്റ്ലി സപ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്, സ്പീക്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ RN നോയ്സ് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷനാണ് ഇതിലുള്ളത്. പിന്നെ ഈ ബാക്കിയുള്ള ഈ 3 കാര്യങ്ങൾ നോയ്സ് ഗേറ്റ്, കംപ്രസർ, എക്സ്പാൻഡർ. ഇത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടു, യൂട്യൂബിൽ ഒരു റിവ്യൂ കണ്ടു, അതിൻ്റെ അകത്ത് ജസ്റ്റ് ആഡ് ചെയ്തിട്ടെന്നുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് കാര്യങ്ങൾ ചെയ്യുന്നത് കൂടുതലായിട്ട് എനിക്കറിയില്ല, ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പിന്നെ ഈ 3 ബാൻഡ് ഈക്വലൈസർ, ഇതും വീഡിയോ കണ്ടിട്ട് ചെയ്തതാണ്. ഇതിൽ നമുക്ക് നമ്മളെ വോയിസിൻ്റെ ഹൈ, മിഡ്, ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ കേൾക്കുന്നതാണ് എൻ്റെ റോ സൗണ്ട്. അപ്പോൾ ആ റോ സൗണ്ട് നമുക്ക് നമ്മളേതായ രീതിയിൽ, നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ ഒരു ഹൈ, മിഡ്, ലോ 3 ഓപ്ഷൻസ് ചേഞ്ച് ആക്കിയിട്ട് നമുക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം കേൾക്കുന്നതാണ് ഞാനിപ്പം ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏതാണോ ബെറ്റർ എന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്താൽ മതി. അപ്പം എൻ്റെ റോ വോയിസ് ഈ മൈക്കിൽ ഇൻപുട്ട് ആവുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് റെക്കോർഡ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഫിൽറ്റർ ഇത്രയും യൂസ് ചെയ്തിട്ട് ഉള്ളത്. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ഒരു കേബിളിൻ്റെ ലെങ്ത്ത് കുറച്ച് ഷോർട്ടാകാൻ തോന്നിയിട്ടുണ്ട്. അത് നമുക്ക് വേറെ ഏതെങ്കിലും നല്ലൊരു ക്വാളിറ്റി കേബിൾ ട്രൈ ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ.
ബാക്കി ഈ ഒരു ബഡ്ജറ്റിൽ വരുന്ന നല്ലൊരു മോഡലായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അത്യാവശ്യം ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയുള്ള മൈക്ക് തന്നെയാണ് ഇത്.